കോർപ്പൂസ് ക്രിസ്തി, കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ തിരുനാൾ അഥവാ ദിവ്യകാരുണ്യ തിരുനാൾ. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ബൈബിളിൽ പോലും പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവർണ്ണനീയമായ ദാനം. ബൈബിൾ പറയുന്ന പോലെ തന്നെ വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ദൈവം നമുക്ക് തന്ന സമ്മാനങ്ങളിൽ ഏറ്റവും വലുതാണ് ദിവ്യകാരുണ്യം. അതിനേക്കാൾ വലുതായിട്ടൊന്നും ഈ ഭൂമിയിൽ വെച്ച് ചിന്തിക്കാനില്ല. വലുതായിട്ടൊന്നുണ്ട്, അത് ഈ ലോകത്ത് കിട്ടുന്നതല്ല, അത് നമുക്ക് മരണാനന്തരം കിട്ടുന്നതാണ്. അതാണ് സ്വർഗ സൗഭാഗ്യം. സ്വർഗത്തേക്കാൾ വലുതായിട്ട് വേറൊന്നുമില്ല. ഇനി ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് കിട്ടാവുന്നത് ഏറ്റവും വലുതായിട്ടുള്ളൊരു കാര്യം ദിവ്യകാരുണ്യം. ഒരുപാട് ശരിക്കും നമ്മളിത് മനസ്സിലാക്കി ബലിയർപ്പിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ കുർബാനയ്ക്ക് വന്ന് കുർബാന സ്വീകരണം നടത്തിയില്ല. കുർബാന സ്വീകരണം നടത്തണമെങ്കിൽ ഞാൻ കുമ്പസാരിക്കണം, അതിന് സമയമെടുക്കും, കഷ്ടപ്പെടണം. അപ്പം അതുകൊണ്ട് കുർബാന സ്വീകരണം അങ്ങ് ഒഴിവാക്കിയേക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുർബാനയ്ക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ ഉറപ്പാക്കി കുർബാന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ചായക്കട കയറി ഒരു ചായ കുടിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അത് നമുക്കൊരുപാട് ആനന്ദം സന്തോഷമൊക്കെ പ്രദാനം ചെയ്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന കാര്യം അത് ഗൗരവപൂർവ്വം എടുത്തില്ല. ഒരു ചായയുടെ വില പോലും നമ്മൾ ദിവ്യകാരുണ്യത്തിന് കൊടുക്കുന്നില്ലെങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിഞ്ഞ് ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണോ നമ്മൾ എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ബോധ്യമുണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്, വിശുദ്ധ കുർബാനയേക്കാൾ വലിയൊരു സമ്മാനം നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാനില്ല. ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ജോൺ മരിയ വിയാനി പറഞ്ഞത് കർത്താവിൻ്റെ തിരുഹൃദയ സ്നേഹം. നമ്മുടെ ആത്മാവിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഈ തിരുഹൃദയ സ്നേഹം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ഏതാനും വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മുടെ ആത്മാവിന് ഒരു വാസസ്ഥലമായി മാറിയ നമ്മുടെ ശരീരം ഇതിനു ശേഷം മണ്ണോട് മണ്ണായി തീരേണ്ടതാണ്. ആ ശരീരത്തിൻ്റെ ഇംഗിതമനുസരിച്ച് ജീവിക്കാൻ, നിത്യമായി ജീവിക്കുന്ന ആത്മാവിനെ നമ്മൾ അവഗണിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അറിവുള്ളവരാണോ, ജ്ഞാനികളാണോ? ബൗദ്ധികമായ ജ്ഞാനം ഇഷ്ടം പോലെ നമുക്കുണ്ടായിരിക്കാം, അത് വെച്ച് നമ്മൾ ദൈവത്തെ അളക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് പലരെയും കാണാൻ സാധിക്കും, ബൗദ്ധികമായ അറിവ് വെച്ച് കൂട്ടുകാർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അവർ പറയുന്നത് ദൈവമൊന്നുമില്ല. വിശുദ്ധ കുർബാനയിൽ അവിടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളോ ഒക്കെ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ആദ്യത്തെ 2 വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ബലിപീഠം മോശം പണിയുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ രക്തം, ആദ്യത്തെ 2 വായനകളിലും രക്തത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാന ദൈവം സ്ഥാപിച്ചതിനെക്കുറിച്ചാണ്. തൻ്റെ സാന്നിധ്യം അവസാനം വരെ നമുക്കുണ്ടാകാൻ വിശുദ്ധ കുർബാന അവിടുന്ന് സ്ഥാപിച്ചു. എൻ്റെ ഭാഗമായിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇതെൻ്റെ ശരീരമാണ്, ഭക്ഷിക്ക്. ഇതെൻ്റെ രക്തമാണ്, കുടിക്ക്. നിനക്ക് ജീവനും നിത്യജീവനും ഉണ്ടാവും. വിശുദ്ധ സിറിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയാത്തവൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. നിങ്ങൾ എന്തിനിത് ബുദ്ധിയിലിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു? ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയാത്ത വ്യക്തി, നമ്മളൊരു ദിവസം തന്നെ എത്ര നുണ പറയും? പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയാത്ത ഒരു വ്യക്തി പറഞ്ഞ കാര്യമാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. നിങ്ങൾ എന്തിനിത് തലയ്ക്കകത്ത് വെച്ച് ഒരുപാട് ചിന്തിച്ച് കഷ്ടപ്പെടുന്നു? വിശ്വസിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെ പ്രണയിക്കാതിരിക്കാൻ പറ്റില്ല. വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് വർഷങ്ങളോളം ജീവിച്ച വ്യക്തികളുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു നേരം ഭക്ഷണം വേണ്ടാന്ന് വയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നത് കണ്ടാൽ അപ്പോഴേ തലവേദന തുടങ്ങും. വർഷങ്ങളോളം വിശുദ്ധ കുർബാനയല്ലാതെ വേറെ ഒന്നും ഭക്ഷിക്കാതെ സാധാരണക്കാരെ പോലെ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ എനർജറ്റിക്കായിട്ട് ജീവിച്ച പല വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇത് കഥയല്ല, ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ശരിക്കും പല വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പറയുന്നുണ്ട്, വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം ഒരിക്കലും നമ്മൾ
അവഗണിക്കരുത്. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന കാര്യങ്ങൾ എത്ര വലുതാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 11 അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നമ്മുടെ മുഖം പാടും. പച്ചയ്ക്ക് ഒരു പബ്ലിക് സ്റ്റേജിൽ നിന്ന് പലരും പറയാറില്ല. പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഈ പറയുന്നവരോട് അതിർത്തി തോന്നും. കാരണം 1 കൊരിന്ത്യർ 11 വായിക്കുമ്പോൾ പൗലോസ് ലീഗ ആ കുർബാനയ്ക്ക് വന്ന ആൾക്കാരോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ എന്തിനാ വന്നേ? വീട്ടിൽ ഇരുന്ന പോരായിരുന്നു? ഇങ്ങനെ ഒരു ബലിയർപ്പണമാണ് നിങ്ങൾ പ്ലാൻ ഇട്ടതെങ്കിൽ നിങ്ങൾ എന്തിനു വന്നു? വീട്ടിൽ ഇരുന്ന് ഇതങ്ങ് ചെയ്താൽ പോരായിരുന്നു? എൻ്റെ കാരണം ബലിയർപ്പണത്തിൽ ചില അപാകതകൾ പൗലോസ് കണ്ടപ്പോൾ അവരെ ചൂണ്ടിക്കാണിച്ച് മുഖത്തു നോക്കി പറഞ്ഞവരെ കറക്റ്റ് ചെയ്യാൻ നോക്കി. ഇതൊന്നും പലർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പലരും പറയാറില്ല. പക്ഷെ പൗലോസ് മനുഷ്യപ്രീതി നോക്കിയ വ്യക്തിയൊന്നുമല്ല. ദൈവം പറയാൻ ആഗ്രഹിച്ചത് അവൻ പറഞ്ഞു. ചോദിച്ചൊരു കാര്യം, നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് എന്ന് പറഞ്ഞു വന്നു. റിച്ച് ആൾക്കാർ, ധനികരായിട്ടുള്ള വ്യക്തികൾ, അവരവരുടേതായ രീതിയിൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇനി ലഞ്ചിൻ്റെ സമയമായപ്പോഴത്തേക്കും അവർ മാത്രം ഒന്നിച്ചിരുന്ന് റിച്ച് ഫുഡ് അവർ പങ്കുവെച്ച് അവർ കഴിച്ചു. അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു പാവപ്പെട്ടവർ, അവരെക്കുറിച്ച് മൈൻഡ് ചെയ്ത് പോലുമില്ല. ഇനി അവർക്ക് കൊണ്ടുവരാനൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് അവരവിടെ ഇരുന്നു. അവർ ഭക്ഷണം കഴിക്കാതെ അവരവിടെ ഇരുന്നു. അവരെക്കുറിച്ചൊരു ചിന്തയില്ലാതെ ഇവർ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും പങ്കെടുത്തു. നല്ല സുഖമായിട്ട് അവർ ഭക്ഷിക്കുകയും ചെയ്ത് അവർ തിരിച്ചു പോകുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ ഒരുമിച്ച് കൂടി ഈ ഭക്ഷണം കഴിപ്പ് അവിടെ നടത്തിയാൽ പോരായിരുന്നോ എന്നാണ് പൗലോസ്ലിയ ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളാരും ഫുഡൊന്നും കൊണ്ടുവരുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ബലിയർപ്പണം സഹോദര സ്നേഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത് അതില്ലാത്തവരുമായിട്ട് പങ്കുവെക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ കർത്താവ് നമ്മളോട് ചോദിക്കാതിരിക്കുമോ, നീ എന്തിനാ കുർബാനയ്ക്ക് പോയേ? ഒരു പ്രഹസനം നടത്താൻ പോയത്? ഇനി അതല്ലെങ്കിൽ നിനക്കതൊരു ഭാഷണമായിരുന്നോ, ഒരു ഷോ ആയിരുന്നോ? നീ ശരിക്കും കുർബാന അർപ്പിക്കാൻ പോയതായിരുന്നെങ്കിൽ ഈ കുർബാന കഴിയുമ്പോൾ നിന്റെ ചങ്കിൽ സഹോദര സ്നേഹം ഉയർന്നു വരേണ്ടതല്ലായിരുന്നോ? അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലായിരുന്നോ? വിശുദ്ധ കുർബാനയുമായിട്ടും ഈ കർത്താവിൻ്റെ തിരുഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശുദ്ധയാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്. ഞാൻ ഇന്നലെ മുതൽ ഇത് നമ്മുടെ ജൂൺ മാസം തിരുഹൃദയ മാസമാണ്. അതുകൊണ്ട് ഹൃദയം തിരുഹൃദയം അതാ ആത്മീയ ഭോജ്യത്തിൻ്റെ ഭാഗമായിട്ട് അത് നൽകുന്നത് ഈ മാസം മുഴുവൻ ഹൃദയം തിരുഹൃദയം, കർത്താവിൻ്റെ തിരുഹൃദയവും അതുപോലെ തന്നെ നമ്മളെങ്ങനെ നമ്മുടെ ഹൃദയം കാത്തു സൂക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഇനി അതിൽ ഇന്നത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് മാർഗരറ്റ് മേരി അലക്കോക്ക്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്കിപ്പം കുർബാന നടന്നുകൊണ്ടിരിക്കുക, പുറത്തെവിടെയെങ്കിലും ഒരു വണ്ടി ഹോണടിക്കണ കേട്ടാൽ ഉടനെ എല്ലാവരും അങ്ങോട്ട് നോക്കും. അവിടെ എന്തെങ്കിലും ഒരു ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ പോകും. മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ പ്രത്യേകത, അവർ വിശുദ്ധ കുർബാന തുടങ്ങിയാൽ അൾത്താരയിൽ നിന്ന് കണ്ണ് പറിക്കത്തില്ല. അങ്ങനെ അൾത്താരയിലേക്ക് നോക്കി അവിടെ നടക്കുന്നത് എന്താണെന്ന് ഓരോ നിമിഷവും ശ്രദ്ധിച്ച് അതിൽ മുഴുകും. അതുപാടെ ചെറിയൊരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കുരിശുരൂപം ഉണ്ടെങ്കിൽ ആ കുരിശുരൂപത്തിലേക്കൊന്ന് നോക്കും. പിന്നെ അൾത്താരയിൽ ബലിയർപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ട് അവിടെ ഒരു മെഴുകുതിരി കത്തുന്നുണ്ടാവും. ആ മെഴുകുതിരിയിലേക്കൊന്ന് നോക്കും. ഇത് രണ്ടും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. കുരിശുരൂപത്തിലേക്ക് നോക്കുന്നത് ഈ ബലിക്ക് ദൈവം കൊടുക്കുന്ന വില തിരിച്ചറിയാം. ദൈവം കൊടുക്കുന്ന വില, കാൽവരി മലയിൽ ദൈവം കൊടുത്ത അതേ വില. കാരണം വിശുദ്ധ കുർബാന ഈ കാൽവരി മല യാഗത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അതാണ് വിശുദ്ധ തോമസ് അക്വിനാസ് കൃത്യമായിട്ട് പറഞ്ഞത്. ഇന്നലെയും ഇന്നും നാളെയും മനോഹരമായിട്ട് സമ്മേളിക്കുന്ന സമയമാണ് ബലിയർപ്പണ സമയം. ഇന്നലെ എന്ന് പറഞ്ഞാൽ കാൽവരി മല യാഗം, അതിന് കർത്താവ് കൊടുത്ത അതേ വില കർത്താവ് ഇന്ന് കൊടുത്താലാണ് നമുക്ക് തിരുവോസ്തിയും തിരുരക്തവും ലഭിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റണമെങ്കിൽ ദൈവകൃപ വേണം. ആ കൃപ നമുക്ക് ലഭിക്കുന്നത് കൂദാശകളിലൂടെയാണ്.
കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 12:10 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മറ്റു കൂദാശകൾ കൃപ നൽകുമ്പോൾ വിശുദ്ധ കുർബാന നമുക്ക് കൃപയുടെ ദാതാവിനെ തന്നെ തരുന്നു. പറയുണ്ട്, എല്ലാ കൂദാശകളിലൂടെയും നമുക്ക് കൃപ ലഭിക്കും. വിശുദ്ധ കുർബാനയിൽ ലഭിക്കുന്നത് കൃപയുടെ ദാതാവിനെ, ദ ഗിവർ ഓഫ് ഗ്രേസ്, അതാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭ്യമാകുന്നത്. അതിന് ഇക്കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് മാർഗരറ്റ് മേരി അലക്കോക്ക് കുരിശുരൂപത്തിലേക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒന്ന് നോക്കും. ഇനി കത്തുന്ന മെഴുകുതിരിയിലേക്ക് നോക്കുന്നത്, ഈ ബലിയിൽ പങ്കെടുക്കുന്ന ഞാൻ എന്തായിത്തീരണം, ഈ ബലിയിൽ പങ്കെടുക്കുന്ന ഞാൻ എന്തു വില കൊടുക്കണം, അതെന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് ഈ വിശുദ്ധ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മെഴുകുതിരി നമുക്കറിയാം, അത് കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അത് ചെറുതാകും ചെറുതാകും, പിന്നീട് അത് ഇല്ലാതാകും, അത് കേടും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുർബാന കഴിഞ്ഞാലും പഴയതുപോലെ തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരാനൊരു ഡ്രസ്സ്, തിരിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡ്രസ്സ് മാറി വേറൊരു ഡ്രസ്സ് ഇടുന്നു, അത്രയും പോരാന്ന്. ബലിയർപ്പിക്കുന്ന നമ്മൾ നമ്മോട് തന്നെ പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ആ തിരി ചെറുതായതുപോലെ ഞാൻ കുറയണം, ഞാൻ സ്വീകരിച്ച ദിവ്യകാരുണ്യം യേശുക്രിസ്തു എന്നിൽ വളരണം, യേശുവിനോടുള്ള സ്നേഹം എന്നിൽ വളരണം, സഹോദരങ്ങളോടുള്ള എൻ്റെ സ്നേഹം വളരണം. ഇത് വർഷത്തിലൊരിക്കൽ സംഭവിച്ചാൽ പോരാ, ഓരോ ബലിയർപ്പണത്തിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വാർത്ഥത കുറഞ്ഞ് സഹോദര സ്നേഹം വളരണം. അതിന് നമ്മെ സഹായിക്കുന്നതാണ് വിശുദ്ധ കുർബാന എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1323 വായിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയാണ്, വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്. സ്നേഹം വളരണം. രണ്ടാമത്തെ കാര്യം, ഐക്യത്തിൻ്റെ അടയാളമാണ്. ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചവർ ഒരേ ശരീരമായി തീരണം. നിങ്ങൾ കുർബാനയ്ക്ക് പോയി കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് കുടുംബാംഗങ്ങൾ വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ എനിക്കവരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, എനിക്കവരുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ അവരോട് മിണ്ടത്ത് പോലുമില്ല, ഇതിനാണ് കുർബാന സ്വീകരിച്ചു പോയത്? സ്നേഹത്തിൻ്റെ കൂദാശ, ഐക്യത്തിൻ്റെ അടയാളം. മൂന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതെ, ഉപവിയുടെ ബന്ധം. ഉപവി പ്രവർത്തികൾ, ഉപവിയുടെ ബന്ധം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകണം, പങ്കുവയ്ക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. നാലാമത്തെ കാര്യമാണ് പെസഹാ വിരുന്ന്. പെസഹാ വിരുന്നിലാണ് പങ്കെടുത്തത്, അല്ലാതെ നമ്മൾ ഭക്ഷണശാലയിൽ പോയൊരു ഭക്ഷണം കഴിച്ച് പോരും പോലെ അല്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗൗരവപൂർവ്വം എടുത്ത് പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് പഠിക്കാം, അറിഞ്ഞിരിക്കാം. ഈ വിശുദ്ധ കുർബാനയുമായിട്ട് നമുക്ക് പ്രണയത്തിലാകാം. അങ്ങനെയെങ്കിൽ നാശത്തിലേക്ക് നയിക്കുന്ന പല പ്രണയങ്ങളും ഒഴിവാകും. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ശാശ്വത സ്നേഹവും നിത്യജീവനും സ്വർഗ സൗഭാഗ്യവും നൽകുന്ന ദിവ്യകാരുണ്യത്തിനായി ഞാൻ കൊതിക്കുന്നു. കൊതിയുള്ളൊരു സാധനം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കാതെ പോകുമോ? ദിവ്യകാരുണ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് കുർബാന സ്വീകരണം നടത്താതെ പോകുമോ? ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ജനിപ്പിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകം ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം.